ഹേയ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മളെല്ലാവരും പുതിയൊരു വർഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലർക്കും തോന്നാറുണ്ട്, പുതിയൊരു വർഷം തുടങ്ങുമ്പോൾ നമ്മുടെ ലൈഫ് മാറുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുമോ എന്ന്. എന്നാൽ നിങ്ങൾ ഓർക്കേണ്ടത്, മാറേണ്ടത് വർഷമല്ല, നമ്മുടെ ഹൃദയമാണ്. ഈ ഒരു വർഷം നമ്മൾ പല കാര്യങ്ങളും അനുഭവിച്ചിട്ടുണ്ടാകാം. സങ്കടം, സന്തോഷം, ഹാർട്ട് ബ്രേക്സ്, ഗിൽട്ട്, റിഗ്രറ്റ്സ്, അങ്ങനെ ഒരുപാട്. പക്ഷേ 2026 എന്നത് നമ്മൾക്കുള്ള ഒരു പുതിയ അവസരമാണ്. നമ്മളെ പൂർണ്ണമായി മാറ്റിമറിക്കാനാകുന്ന ഒരു വർഷമായിരിക്കും. പലരുടെയും മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, പുതിയ ഒരു ലൈഫ് തുടങ്ങാൻ അല്ലെങ്കിൽ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കാറ് വലിയ കാര്യങ്ങൾ ചെയ്യണം എന്നതാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിൽ അവിടെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പലരും ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഒരു പീസ്ഫുൾ ഇസ്ലാമിക് ലൈഫ് എന്നത് ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് ആരംഭിക്കുന്നത്. ഒരു സുജൂദ്, ഒരു ചെറിയ ദുആ, അതുമല്ലെങ്കിൽ അസ്തഗ്ഫിറുള്ള, ഇതൊക്കെയാണ് ലൈഫിനെ സമാധാനത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴികൾ. നിങ്ങളുടെ ഹൃദയം അത് മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഹൃദയം വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ്. നമ്മുടെ വീടുകൾ അത് വൃത്തികേടാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ക്ലീനിങ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ഇസ്ലാമിക് പീസ്ഫുൾ ലൈഫ് അത് ഹൃദയത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. 2026 നിങ്ങൾ പഠിക്കേണ്ട ഒരു സത്യം എന്നത്, എ ക്ലീൻ ഹാർട്ട് ബ്രിങ്സ് എ പീസ്ഫുൾ ലൈഫ്. അതെ, വൃത്തിയുള്ള ഹൃദയം അല്ലെങ്കിൽ ശുദ്ധമായ ഹൃദയമാണ് സമാധാനമുള്ള ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ ഈ ഒരു വർഷത്തിലെ നഷ്ടങ്ങൾ, വേദനകൾ, ഭയങ്ങൾ, നിങ്ങൾ ചെയ്ത മിസ്റ്റേക്സ്, അതുപോലെ ലഭിക്കാതെ പോയ ഒരുപാട് കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾ സ്ലോലി ഹൃദയത്തിൽ നിന്നും വാഷ് ഔട്ട് ചെയ്യുക. അതെങ്ങനെയാണ് എന്നായിരിക്കും പലരും ചിന്തിക്കുന്നത്. നിങ്ങൾ ഇസ്തിഗ്ഫാർ പതിവാക്കുക. നിങ്ങളുടെ പാസ്റ്റ് മിസ്റ്റേക്സ് അത് അള്ളാഹുവിന് ഓൾറെഡി അറിയുന്നതാണ്. പക്ഷെ നിങ്ങൾ യാ അള്ളാ എന്നോട് പൊറുക്കണമേ എന്ന് നിങ്ങളൊരു ചെറിയ വാക്ക് പറഞ്ഞാൽ അവിടെ മുതൽ നിങ്ങളുടെ ഹൃദയം അതെത്ര മൃദുവാകുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുക. നിങ്ങളെ വേദനിപ്പിച്ചവർ, നിങ്ങളുടെ ഹാർട്ട് ബ്രേക്കിന് കാരണമായവർ, ഇവരോടൊന്നും റിവെഞ്ച് കൊണ്ടു നടക്കാതിരിക്കുക. പുതിയൊരു വർഷത്തിൽ നിങ്ങൾ വളരെ സമാധാനമായിരിക്കണമെങ്കിൽ നിങ്ങൾ പറയേണ്ടത്, ഞാനെല്ലാം അള്ളാഹുവിലേക്ക് വിട്ടുകൊടുക്കുന്നു എന്നാണ്. തീർച്ചയായും ഒരു പീസ്ഫുൾ ലൈഫ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫജ്ർ നമസ്കാരത്തോടു കൂടിയാണ്. പുതിയൊരു വർഷം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫജ്ർ നമസ്കാരം, അതായത് സമാധാനത്തിൻ്റെ വാതിൽ, അത് നിങ്ങൾ പതിവാക്കുക. ചിലപ്പോൾ നിങ്ങളുടെ പല ദിവസങ്ങളും ഒരു സ്റ്റക്കായതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടാകും. അതുപോലെ മൈൻഡ് ഓവർ തിങ്ക് ചെയ്യുന്നത്, കൂടാതെ ലൈഫ് സ്മൂത്തായി പോകുന്നുണ്ടെങ്കിലും മനസ്സിൽ ഒരു ഹെവി ഫീൽ ഉണ്ടാകുന്നത്, ഇതെല്ലാം ഫജ്ർ നമസ്കാരം ഒഴിവാക്കുന്നതിൻ്റെ എഫക്ട്സ് ആണ്. നിങ്ങൾ ഫജ്ർ നമസ്കാരം കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് എങ്കിലും യാ അല്ലാ, ഞാൻ വളരെ തളർന്നവനാകുന്നു, ഞാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത് നിങ്ങളുടെ ചുറ്റും നിറയും. തീർച്ചയായും നിങ്ങളുടെ ഫജ്ർ നമസ്കാരവും അതിനുശേഷമുള്ള സമയവും, അവിടെയാണ് നിങ്ങളുടെ സമാധാനം തുടങ്ങുന്നത്. ഇനി വരുന്ന ഒരു പുതിയ വർഷത്തിൽ നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ നിങ്ങളുടെ മൈൻഡിലുള്ള അല്ലെങ്കിൽ മനസ്സിലുള്ള നോയ്സസ്, ഓവർ തിങ്കിങ്, ഇതൊക്കെ കുറയ്ക്കുക. ഫോർ എക്സാമ്പിൾ, സോഷ്യൽ മീഡിയ താരതമ്യം, അമിതമായ ചിന്തകൾ, മറ്റുള്ളവരുടെ ഓവർ കൺസേൺസ്, ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ, റിഗ്രറ്റ്സ്, എക്സ്പെക്റ്റേഷൻസ്, ഇതൊക്കെയാണ് നിങ്ങളുടെ മൈൻഡിനെ, മനസ്സിനെ ഭാരമുള്ളതാക്കുന്നത്. ഈയൊരു നോയ്സസ് അല്ലെങ്കിൽ ഇതുപോലുള്ള ചിന്തകൾക്ക് പകരം നിങ്ങൾ അവിടെ പ്രകാശം നിറക്കുക. എങ്ങനെയാണ് ആ ഒരു പ്രകാശം നിങ്ങൾക്ക് നിറക്കാൻ വേണ്ടി സാധിക്കുക? ഡെയിലി 5 മിനിറ്റ്സ് ഖുർആൻ പാരായണം പതിവാക്കുക. അതെ, ആ ഒരു 5 മിനിറ്റ്സ് മതി, അല്ലെങ്കിൽ ഒരു ആയത്ത് മതി നിങ്ങളുടെ മനസ്സിനെ മാറ്റാൻ. ഖുർആൻ എന്നത് നിങ്ങളുടെ പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യാനുള്ള സ്ട്രെങ്ത് നിങ്ങൾക്ക് നൽകും. അതിലൂടെ നിങ്ങൾക്കൊരു പീസ്ഫുൾ ലൈഫ് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാകാം, പല സീക്രട്സ് ഉണ്ടാകാം, പല വിഷമങ്ങളുണ്ടാകാം. അതെല്ലാം
നീ അള്ളാഹുവോട് തുറന്നു പറയുക, യാ അള്ളാ, ഞാൻ ഏറെ ഭയപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു, ഞാൻ വേദനിക്കുന്നു, എനിക്ക് നീ നേരായ പാത കാണിച്ചു തരണമേ എന്ന് നീ ദുആ ചെയ്യുക. നിന്റെ മനസ്സിലെ വേദനകൾക്ക് പലപ്പോഴും വാക്കുകളുടെ ആവശ്യം ഉണ്ടാകില്ല. നിന്റെ ഹൃദയം തന്നെ അള്ളാഹുവോട് തുറക്കുക. രാത്രി അള്ളാഹു നിന്നെ കാത്തിരിക്കുന്ന നിമിഷം. തഹജ്ജുദ് എന്നത് വലിയ ഒരു ഭാരമായിട്ട് പലരും കരുതാറുണ്ട്. എന്നാൽ തഹജ്ജുദ് നമസ്കാരത്തിന് നിങ്ങളുടെ ലൈഫിനെ സമാധാനത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങളെ ഒരുപാട് സഹായിക്കും. നിങ്ങൾ ഒറ്റയ്ക്ക് രാത്രി അള്ളാഹുവിൻ്റെ മുൻപിൽ സുജൂദ് ചെയ്യുക. അവിടെ നീ പറയുക, യാ അള്ളാഹ്, എനിക്ക് സമാധാനമുള്ള ഒരു ലൈഫ് നീ നൽകണമേ, എന്നെ നീ നിന്റെ വഴിയിലൂടെ കൊണ്ടുപോകണമേ എന്ന്. ഈയൊരു രാത്രിയിലുള്ള നിന്റെ നമസ്കാരവും ഈയൊരു ദുആയും മതിയാകും നിന്റെ പുതിയൊരു വർഷം അത് സമാധാനമുള്ള ലൈഫാക്കി മാറ്റാൻ. നമ്മുടെ ചുറ്റുമുള്ളവരെ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. മേ ബി ഇന്ന് നമ്മളെ സ്നേഹിക്കുന്നവർ നാളെ ഇല്ലാതാകും, അല്ലെങ്കിൽ നമ്മളെ വിട്ടുപോകും. അതുപോലെ ഇന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ നാളെ നമ്മളെ തള്ളിക്കളയാനും ചാൻസ് ഉണ്ടാകും. ഇതെല്ലാം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഹൃദയം ഭാരമുള്ളതാകും. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, ആര് തന്നെ നിന്റെ ലൈഫിൽ വന്നാലും അള്ളാഹുവിൻ്റെ പ്ലാനിങ് മാത്രമാണ് എപ്പോഴും ഉണ്ടാവുക. കൂടാതെ ആരൊക്കെ നിന്നെ വിട്ട് പോയാലും അള്ളാഹുവാണ് നിന്റെ കൂടെ എന്നും ഉണ്ടാകുന്നത്. പുതിയൊരു വർഷത്തിൽ നിങ്ങൾ ഈ വരികൾ ഓർമ്മിച്ചുകൊണ്ട് ജീവിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡ് കാമാവുകയും നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് കുറയുകയും നിങ്ങളുടെ പെയിൻ മാഞ്ഞു പോകുന്നതും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. സ്റ്റാർട്ട് വിത്ത് സ്മോൾ, സ്റ്റേ കൺസിസ്റ്റൻറ്റ്. പീസ്ഫുൾ ലൈഫ് എന്നത് വലിയ കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല നേടാൻ വേണ്ടി സാധിക്കുക. സ്മോൾ ചേഞ്ചസും നമ്മുടെ ലൈഫിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. 2026 ഞങ്ങളൊരു ഇസ്ലാമിക് റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുക. ഫജർ നമസ്കാരം പതിവാക്കുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, 5 മിനിറ്റ് ഖുർആൻ പാരായണം നടത്തുക, ഈവനിങ് ടൈമിൽ അദ്കാർ പതിവാക്കുക. ഉറങ്ങുന്നതിന് മുൻപ് ഒരു ദുആയെങ്കിലും നിങ്ങൾ ചെയ്യുക. അതുപോലെ നിങ്ങളെ വേദനിപ്പിച്ചവരോട് നിങ്ങൾ സൈലൻ്റ്ലി ക്ഷമിക്കുക. ഇതാണ് ഒരു ബ്യൂട്ടിഫുൾ, പീസ്ഫുൾ ഇസ്ലാമിക് ലൈഫ് മെത്തേഡ്. ഫ്രണ്ട്സ്, 2026 അതെന്നത് നിങ്ങളുടെ മുന്നിലുള്ള പുതിയൊരു ചാപ്റ്ററാണ്. നിങ്ങൾ ഓർക്കേണ്ടത്, അള്ളാഹു നിങ്ങളെ നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. നിന്റെ ഓരോ ഹാർഡ് വർക്കും നിന്റെ ഓരോ വേദനകളും അവൻ കാണുന്നുണ്ട്. നീ അവനിലേക്ക് എത്ര അടി അടുക്കുന്നുവോ അതിനേക്കാൾ ഇരട്ടി അവൻ നിന്നിലേക്ക് അടുക്കുന്നു. അവിടെ മുതലാണ് നിങ്ങളുടെ ലൈഫിലെ സമാധാനം ആരംഭിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.